കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2024 ജൂൺ 23 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, നടപ്പാതകൾ എന്നിവയുടെ പ്രവേശന ഫീസ് ഇനി മുതൽ ഡിജിറ്റലായി ഈടാക്കും. നിലവിലെ ഫീസ് ഈടാക്കുന്ന രീതി മാറ്റാനുള്ള നിർദ്ദേശത്തിന് മുനിസിപ്പൽ കാർഷിക മന്ത്രി വാൽ ബിൻ നാസിർ അൽ മുബാറക് അംഗീകാരം നൽകിയതിനെ തുടർന്നാണിത്. ഇതിനായി പ്രത്യേക ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും പേ മെഷീനുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഒരാൾക്ക് 300 ഫിൽസും 100 ടിക്കറ്റുകൾക്ക് 25 ബഹ്റൈനി ദിനാറുമാണ് ഫീസ് നിരക്ക്. വികലാംഗർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഫീസ് ഇളവുകളുണ്ട്. കായിക പ്രേമികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഇളവ് ലഭിക്കും. നേരത്തെ പ്രവേശന നിരക്ക് ഈടാക്കിയിരുന്ന മുനിസിപ്പൽ സൗകര്യങ്ങളിൽ മാത്രമാണ് പുതിയ സേവനം ലഭ്യമാക്കുന്നത്. കായിക വിഭാഗം അധ്യാപകരുടെ മാർഗനിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ ശ്വസന വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും വൃക്ഷാസനം, പത്മാസനം തുടങ്ങിയ ആസനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. യോഗാ ദിനാചരണത്തിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. അസ്കറിലെ അമദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ 100ഓളം ജീവനക്കാർക്കൊപ്പം നടന്ന പരിപാടിക്ക് യോഗാ പരിശീലകൻ രുദ്രേഷ് കുമാർ സിംഗ് നേതൃത്വം നൽകി. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പങ്കജ് നെല്ലൂർ, ഉപദേശകൻ അരുൾദാസ് തോമസ്, അനീഷ് ശ്രീധരൻ, യോഗ ഡേ കോർഡിനേറ്റർ സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണൂർ ജ്വല്ലേഴ്സ്, മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക വികാരി റവറൻ ഫാദർ ജോൺസ് ജോൺസന്റെയും റവറൻ ഫാദർ എൽദോസ് ജോയിയുടെയും പ്രധാന കാർമ്മികത്വത്തിൽ ഇടവക പെരുന്നാളിന് കൊടിയേറി. ജൂൺ 25, 26, 27 തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ റവറൻ ഫാദർ അതുൽ ചെറിയാൻ കുമ്പളാമ്പുഴയിൽ നയിക്കുന്ന കൺവെൻഷൻ നടക്കും. പ്രധാന പെരുന്നാൾ ദിനമായ ജൂൺ 28 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 പെരുന്നാൾ കുർബാനയും തുടർന്ന് പ്രദക്ഷിണം, ചെണ്ടമേളം, ആശീർവാദം, നേർച്ച, വിളമ്പ് എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കത്തോടെ ഇടവക പെരുന്നാൾ സമാപിക്കും. KMCC ബഹ്റൈൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം പ്രതീക്ഷ 2024 സംഘടിപ്പിച്ചു. മനാമ KMCC പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. 2024-25 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി മുസ്തഫ സുഗന്ധക്കട്ട അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെ 10+2 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ KMCC പ്രവർത്തകർക്കുള്ള ഡിസ്കൗണ്ട് കാർഡിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ബിസിനസ്, സാമൂഹിക, സാംസ്കാരിക, ചാരിറ്റി മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ഖലീൽ സ്പെക്ട്രം, ലത്തീഫ് ഉപ്പള, റിയാസ് കാസ, അബ്ദുൾ റസാഖ് ഹാജി, ഷാഫി പാറക്കട്ട, സലീം തളങ്കര, റഹീം ബാവക്കുഞ്ഞ്, ഷംസു ചിക്കറ്റ് അറേബ്യൻ,
കലന്തർ, യൂസഫ് ഉപ്പള, PK ഹനീഫ് തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ വാഹിദ്, KMCC ബഹ്റൈൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പാറക്കട്ട, സലീം തളങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല സ്വാഗതവും ട്രഷറർ അച്ചു പോവൽ നന്ദിയും പറഞ്ഞു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ, വേൾഡ് മലയാളി ഫെഡറേഷൻ, ബഹ്റൈൻ നാഷണൽ കൗൺസിലും സംയുക്തമായി കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 83 പേർ രക്തം നൽകി. BDK ബഹ്റൈൻ പ്രസിഡന്റ് റൂജി ജോൺ, ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ, ജോയിന്റ് സെക്രട്ടറി ധന്യ വിനയൻ, ക്യാമ്പ് കോർഡിനേറ്റേഴ്സായ നിതിൻ ശ്രീനിവാസ്, സുനിൽ മനവളപ്പിൽ, വിനീത വിജയൻ, അശ്വിൻ രവീന്ദ്രൻ, വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റൈൻ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് മിനി മാത്യു, സെക്രട്ടറി അലിൻ ജോഷി, കോർഡിനേറ്റർ ശ്രീജിത്ത് ഫറൂഖ്, ഹെൽത്ത് ഫോറം കൺവീനർ ഷാരുൺ പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ അദ്ലിയ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചു പ്രവാസികൾക്കായി 6ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 30 ദിനാറിന് മേൽ ചെലവ് വരുന്ന ടെസ്റ്റുകളാണ് 400-ൽ പരം ആളുകൾക്ക് ലഭിച്ചത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജോണി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ്, ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, സൽമാനിയ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായിരുന്ന ഡോക്ടർ സന്ധു, ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് ശിവൻ, വേൾഡ് മലയാളി കൗൺസിൽ സെക്രട്ടറി മോനി ഒടിക്കണ്ടത്തിൽ, സന്ധ്യ രാജേഷ്, ലൈറ്റ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ്, സാമൂഹ്യ പ്രവർത്തകരായ അനിൽകുമാർ UK, തോമസ് ഫിലിപ്പ്, ലാഫിംഗ് ക്ലബ് പ്രസിഡന്റ് തോമസ്, അസോസിയേഷൻ രക്ഷാധികാരി ഗോപാലൻ VC, ക്യാമ്പ് കൺവീനർ വികാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മുഹറഖ് മലയാളി സമാജം നേതൃത്വത്തിൽ വായനാ ദിനാചരണവും വായനാശാല പ്രഖ്യാപനവും നടത്തി. മുഹറഖ് സമാജം ഓഫീസിൽ നടന്ന പരിപാടി EV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വായനാശാലയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ക്യാമ്പയിനും പരിപാടിയിൽ തുടക്കം കുറിച്ചു. മുൻ പ്രസിഡന്റായ അൻവർ നിലമ്പൂരിന്റെ കയ്യിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രസിഡന്റ് അനസ് റഹീം പുസ്തക വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് ക്വിസ് മത്സരവും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. മത്സരങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രമോദ്, ജോയിന്റ് സെക്രട്ടറി ബാഹിറ അനസ് എന്നിവർ നേതൃത്വം നൽകി. ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് K പുസ്തക പരിചയം നടത്തി. അൻവർ നിലമ്പൂർ, മണികണ്ഠൻ, ദിവ്യ പ്രമോദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു.